വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് കണക്കിന് 2 വഴക്ക് കൊടുത്തു എന്നാണ് തോന്നുന്നത്. പറയുന്നതിനൊക്കെ ഒരു ചെറിയ നിയന്ത്രണം വേണ്ടേ മന്ത്രി? നിങ്ങൾ എന്തോന്നാണ് ഈ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയുന്നത്? ഇതാ നാട്ടിലെ വലിയ വാർത്തയായി ഇരിക്കാൻ വയ്യ. സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും നിങ്ങൾ ഏതോ നടിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് 5 ലക്ഷം വാങ്ങിക്കാൻ ശ്രമിച്ചു, അഹങ്കാരിയാണ് സിനിമാ നടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നല്ലോ. എന്തോന്നാണ് ഇത് കേൾക്കുന്നത്? മര്യാദയ്ക്ക് പോയി ആ വിവാദം ഇപ്പം തന്നെ അവസാനിപ്പിച്ചുകൊള്ളണം. എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളണം. അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞ് കാണും, ഞാനത് പറഞ്ഞ കാര്യം പിൻവലിക്കാം, എന്ത് കുന്തമോ ചെയ്തുകൊള്ളൂ, പക്ഷേ നാളെ മുതൽ ഈ വിവാദം ഉണ്ടാകരുത്. ഇത് മുഖ്യമന്ത്രി ശിവൻകുട്ടി മന്ത്രിയെ വിളിച്ചു നിർത്തി പറഞ്ഞ് കാണും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സങ്കല്പത്തിൽ നിന്നും പറഞ്ഞതാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം, ഇങ്ങനൊരു വിഷയമുണ്ടായി കത്തി തുടങ്ങിയപ്പോൾ തന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ പിള്ളേരുടെ ഒരു പരിപാടി ഇങ്ങനെ മോശമാക്കാൻ വേണ്ടിയിട്ട്, ഒരു വിവാദമാക്കാൻ, സ്കൂളിലെ കുട്ടികളുടെ മനോഹരമായ പരിപാടിയാണ് കലോത്സവം, അതുകൊണ്ട് അതിനെ ഒരു വിവാദമാക്കാൻ ശ്രമിക്കുന്നില്ല, ഞാൻ ഇന്നലെ ഒരു നടിക്കെതിരെ പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നു, ഞാൻ മതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനെ ആരും വിവാദം ഉണ്ടാക്കരുതെന്ന് പത്രസമ്മേളനം നടത്തി പറയേണ്ടി വന്നു. അങ്ങനെ പറയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതാണ് മുഖ്യമന്ത്രി വിളിച്ച് താക്കീത് നൽകി എന്ന് തന്നെ. ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല കേട്ടോ, അതൊക്കെ എൻ്റെ ഒരു സങ്കല്പത്തിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ എന്തായാലും താക്കീത് ചെയ്തിരിക്കും എന്നുള്ളത് കാരണം. അല്ലെങ്കിൽ പിന്നെ ഉടനെ തന്നെ ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇഫക്റ്റ് ശിവൻകുട്ടിയിൽ നിന്നും ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ ആ കേസിന് നമ്മൾ വെറുതെ ചർച്ച ചെയ്യേണ്ട എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മന്ത്രിമന്ദിരത്തിലെ കക്കൂസിനകത്തെ 5 രൂപയ്ക്കോ 3 രൂപയ്ക്കോ ഉള്ള കപ്പ് വാങ്ങിച്ചാൽ പോലും അതിൻ്റെ ബില്ല് റീഇംബേഴ്സ്മെൻറ്റ് ബില്ലാക്കി സംസ്ഥാന ഖജനാവിനും ധനകാര്യ വകുപ്പിനും കൊടുത്ത് അതിൻ്റെ ബില്ല് കാശാക്കി മാറ്റുന്നവരാണ് ഒരു നടി ഒരാഴ്ചയിലധികം കഠിനാധ്വാനം ചെയ്യാൻ പോകുന്ന ഒരു കോറിയോഗ്രാഫിക്ക് കാശ് ചോദിച്ചതിന് പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് കളിയാക്കിയത്. ഈ കക്കൂസിലെ കപ്പ് വാങ്ങിച്ചാൽ മാത്രമല്ല, സഖാക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ മന്ദിരത്തിൽ വരുമ്പോൾ അവർക്കെല്ലാം ചായയും വാഴക്കേപ്പവും കൊടുക്കുന്നതിൻ്റെ കാശും, വേണ്ടപ്പെട്ട ബന്ധുക്കൾ വീട്ടിൽ വന്ന് തങ്ങിയാൽ അവർക്ക് കൊടുക്കുന്ന വാഴക്കേപ്പം വാങ്ങിച്ചു കൊടുക്കുന്ന കാശുമൊക്കെ റീഇംബേഴ്സ്മെൻറ്റ് ബില്ലാക്കി വാങ്ങിക്കുന്ന ഒരു മന്ത്രിയാണ് അധ്വാനിക്കുന്ന അല്ലെങ്കിൽ കല കൊണ്ട് ജീവിക്കുന്ന ഒരു നടിയെ ഇത്തരത്തിൽ ആക്ഷേപിച്ചത്. എന്തായാലും ഈ വിഷയം വന്നതിന് ശേഷം ഈ നടി ആരാണ് എന്നതിനെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയകളിൽ വല്ലാതെ ചർച്ച നടന്നു. അപ്പോൾ പലരും വന്നിട്ട് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല നടികളും വന്നു. ആ വന്ന നടികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ നവ്യ നായർ എന്ന് പറയുന്ന നടി കഴിഞ്ഞ മാർച്ചിൽ സർവകലാശാല കലോത്സവത്തിൽ വന്നപ്പോൾ അവിടെയും ഈ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അന്നും നവ്യ നായരെ ഇരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചില സെലിബ്രിറ്റികൾക്ക് അഹങ്കാരം കൂടിപ്പോയി, അവർ വിളിച്ചാൽ വരില്ല, വന്നാൽ കാശ് ചോദിക്കും, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ സെലിബ്രിറ്റികളെല്ലാം കുറച്ചും കൂടി ഒന്ന് സർക്കാരിൻ്റെ പരിപാടിയാണ്, കുട്ടികളുടെ പരിപാടിയാണ്, കോളേജ് വിദ്യാർത്ഥികളുടെ പരിപാടിയാണെന്ന് പറഞ്ഞ് സൗജന്യമായിട്ട് വരാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആരെയും പേരെടുത്ത് പറയാതെ പറഞ്ഞു. അന്നും വേദിയിലിരുന്നത് നവ്യ നായരാണ്. നവ്യ നായർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നത് 5 കാശ് വാങ്ങിച്ചിട്ടില്ല, ഞാൻ കാശ് വാങ്ങിക്കുന്നുമില്ല എന്ന് നവ്യ നായർ പറഞ്ഞിരുന്നു അന്ന്. പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം നവ്യ നായരെ തന്നെയാണ് ശിവൻകുട്ടി മന്ത്രി ഉദ്ദേശിച്ചത് എന്ന് തന്നെ. നവ്യ നായരെയാണ് ഈ കോറിയോഗ്രാഫി പഠിപ്പിക്കാൻ കുട്ടികളെ ഈ അവതരണഗാനം, സ്കൂൾ കലോത്സവത്തിൻ്റെ അവതരണഗാനത്തിൻ്റെ കോറിയോഗ്രാഫി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത്. അവരത് സമ്മതിക്കുകയും ചെയ്തു. 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞതും ശരി തന്നെയാണ്. മന്ത്രി പറയുന്ന വെറും 7 മിനിറ്റുള്ള പരിപാടിക്ക്, വെറും 7 മിനിറ്റുള്ള പരിപാടിക്കാണ് ഈ 5 ലക്ഷം ചോദിച്ചത്. പിന്നെ മന്ത്രി, നിങ്ങൾ ഈ ജനകീയ സദസ്സ് നടത്തിയപ്പോൾ, ജനകീയ യാത്ര നടത്തിയപ്പോൾ, ഇപ്പോൾ കൈത്തകം കരുതലും നടത്തുമ്പോൾ എത്ര ലക്ഷമാണ് പൊടിക്കുന്നത്? ഒരു 1.5 മണിക്കൂർ നിൽക്കുന്ന ഒരു ഉദ്ഘാടന യോഗത്തിന് നിങ്ങൾ 25,80,500 അല്ലേ പൊടിക്കുന്നത്? അത് വെച്ച് നോക്കുമ്പോൾ ഈ 5 മിനിറ്റ് 7 മിനിറ്റുള്ള ഒരു പരിപാടിക്ക് 5 ലക്ഷം കൊടുത്താൽ എന്താണ്? അതൊന്ന്. 2, ഈ നവ്യ നായർ അവർക്ക് കാശ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്.
ഈ അവതരണ ഗാനം എന്ന് പറയുന്നത് ഈ സിനിമയിൽ കോറിയോഗ്രാഫി നടത്തുന്ന പോലെ അത്ര എളുപ്പമുള്ള കേസല്ല. സിനിമയിലെ കോറിയോഗ്രാഫി അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ദിവസങ്ങളെടുത്തിട്ടാണ് ഒരു സിനിമയിലൊരു ഗാനം കോറിയോഗ്രാഫി ചെയ്ത് പുറത്തിറക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ഇത് സ്റ്റേജിൽ നടത്തുന്നതാണ്. സിനിമയിലാണെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം, പിന്നെ യോജിച്ചാൽ മതി. അപ്പോൾ അതിനാണ് ആ സൗകര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. എളുപ്പമാണെന്നല്ല, സൗകര്യമുണ്ട്. പക്ഷേ ഇത് സ്റ്റേജിൽ 7 മിനിറ്റ് തുടർച്ചയായി ലൈവായി വരുന്നതാണ്. ഇതിൽ നൃത്തം മാത്രമല്ല. ഇപ്പോൾ നവ്യ നായർക്ക് നൃത്തം, ഭരതനാട്യം, മോഹിനിയാട്ടമൊക്കെ അറിയുമായിരിക്കാം. പക്ഷേ ഇതിനോടൊപ്പം നൃത്തം മാത്രമല്ല, കഥകളിയുണ്ട്, തെയ്യമുണ്ട്, കൂടിയാട്ടമുണ്ട്, അതുപോലെ കേരളത്തിലെ പല കലാരൂപങ്ങളുമുണ്ട്. ഈ കലാരൂപങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു അവതരണ ഗാനമാണ്, ഒരു കോറിയോഗ്രാഫിയാണ് അവിടെ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ നവ്യ നായർ എന്ന് പറഞ്ഞ നടിക്ക് ഈ അത്യാവശ്യം നടനം, കേരള നടനവും ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ അറിയാം. അത് ചിലപ്പം പിള്ളേരെ പഠിപ്പിക്കാൻ അവർക്ക് തയ്യാറാവും. പക്ഷേ ബാക്കി വരുന്ന ഈ കഥകളി വരുന്നവർക്ക് അവരെ പഠിപ്പിക്കണം. അതുപോലെ ബാക്കി ഈ പറയുന്ന തെയ്യം അവരെ പഠിപ്പിക്കണം. ഇതിനെല്ലാം അതാത് കലാകാരന്മാരെ, കഥകളി മേഖലയിൽ എക്സ്പെർട്ടായ ഒരാളിനെ, തെയ്യത്തിൽ എക്സ്പെർട്ടായ ഒരാളിനെ, കൂടിയാട്ടത്തിൽ എക്സ്പെർട്ടായ ഒരാളിനെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെയും കൂടെ നിർത്തി അവരുടെ എല്ലാം കോർഡിനേഷൻ, ആ കോർഡിനേഷൻ എടുക്കുക എന്നുള്ളതാണ് നവ്യ നായർ ചെയ്യേണ്ടത്. ഈ കോറിയോഗ്രാഫിയുടെ ഭാഗമാണ്, കോറിയോഗ്രാഫർ എന്നുള്ള നിലയിൽ. അപ്പോൾ അവർക്ക് കാശ് കൊടുക്കണ്ടേ? മാത്രമല്ല ഇത് 100 പേര്, 16,000 പേരൊന്നല്ല കേട്ടോ, അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല, 100-100ഓളം കുട്ടികളെയാണ് ഇത് പഠിപ്പിച്ചെടുക്കേണ്ടത്. 100 കുട്ടികളെ ആയിരുന്നാലും, 100 താഴെ ആയ കുട്ടിയായിരുന്നാലും, എന്നാൽ 50 കുട്ടികളെ ആയിരുന്നാൽ പോലും അത് റിസ്ക് തന്നെയാണ്. അത് കൃത്യമായിട്ടും നല്ല അധ്വാനമുള്ള ഒരു ജോലി തന്നെയാണ്. അത് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ലാത്തത് കൊണ്ടാണ് 7 മിനിറ്റുള്ള ഒരു പരിപാടിക്കാണ് 5 ലക്ഷം ചോദിച്ചിരിക്കുന്നത്. എന്തൊരു അഹങ്കാരം എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ഈ 7 മിനിറ്റുള്ള പരിപാടി താങ്കൾക്ക് മനസ്സിലാകില്ല. ഒരു സിനിമയിൽ 3 മിനിറ്റ് 3.5 മിനിറ്റുള്ള ഒരു പാട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ 3 മിനിറ്റുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ 3.5 മിനിറ്റുള്ള ഒരു പാട്ട് 3 ദിവസവും 4 ദിവസവും കൊണ്ട് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് പല തരത്തിൽ പണം മുടക്കിയിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്രമാത്രം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. പോട്ടെ, മിനിറ്റിൻ്റെ അല്ല കാര്യം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 7 മിനിറ്റിന് 5 ലക്ഷം എന്നല്ല. ഈ 7 മിനിറ്റിൽ എന്തെല്ലാം ഉൾക്കൊള്ളിച്ചു, എന്തൊക്കെ ചെയ്തു, എത്ര ദിവസം 7 മിനിറ്റിന് വേണ്ടി ചെലവഴിച്ചു, 7 മിനിറ്റ് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ, അങ്ങനെ എത്ര മണിക്കൂർ ചെലവഴിച്ചു എന്നുള്ളത് മന്ത്രി ഒന്ന് കണക്ക് കൂട്ടേണ്ടായിരുന്നു ഈ ചാടിക്കൂട്ടി കയറി പറയുന്നതിന് മുമ്പ്. എന്തായാലും ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പിന്നെ നവ്യ നായർ അതുമായിട്ടും അഭിപ്രായപ്പെട്ട ഒരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതുവരെയും. പക്ഷേ നവ്യ നായരാണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളിലും അല്ലാതെ മറ്റ് ചില അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നവ്യ നായരാണ് അതിനകത്ത് വന്നിട്ടുള്ളത്, അവരുടെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമാണ്. നവ്യ നായരോട് എന്തോ ഈ ശിവൻകുട്ടിക്ക് വല്ലാത്ത വെറുപ്പുണ്ടെന്ന് തോന്നുന്നു, എന്തോ ഒരു പകയുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ നവ്യ നായർ ഇടയ്ക്കിടയ്ക്കിട്ട് ഇങ്ങനെ കൊട്ടേണ്ട കാര്യമില്ല. ഒരിക്കൽ കേരള സർവകലാശാലയുടെ ഉദ്ഘാടന യോഗത്തിൽ വെച്ച് ഈ കഴിഞ്ഞ മാർച്ചിൽ ഒരു കൊട്ട് നടത്തി. ഇപ്പോഴിതാ അതിനേക്കാളും വലിയ കൊട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു യോഗത്തിൽ വെച്ച് അവിടെ വെച്ചാണെന്ന് തോന്നുന്നു. അതായത് ഇസ്രയേലിനായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഇസ്രയേലിനെ കുറിച്ച് മന്ത്രി പറഞ്ഞപ്പോൾ അതിനകത്ത് ചില മണ്ടത്തരം വിളിച്ചു പറഞ്ഞു. അപ്പോഴേ തൊട്ടപ്പുറത്തിരുന്ന നവ്യ നായർ അറിയാതെ വാപത്യം ചിരിച്ചുപോയി. അറിയാതെ ചിരിച്ചു പോകണേ. അപ്പോൾ മന്ത്രി ആയതുകൊണ്ട് പുറത്ത് കാണിക്കാനും വഴിയാ, പക്ഷെ ചിരിച്ചും പോയി. പിന്നെ പെട്ടെന്ന് വാപത്തി. പക്ഷെ ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മന്ത്രിക്ക് അവൾ അത്ര അഹങ്കാരിയാണ്, ഞാൻ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു, എന്നാൽ പിന്നെ ഇവക്ക് 2 എണ്ണം കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ചെയ്തതാണെന്ന് തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കും ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം.